എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വർത്തമാനകാലത്തിൽ രാമൻ്റെ പ്രസക്തി എന്നുള്ളതാണ്. നാളെ കർക്കിടകം 1 എല്ലാ ഭവനങ്ങളും ക്ഷേത്രങ്ങളും രാമായണ മാസാചരണമായിട്ട് ആചരിക്കുകയാണ്. രാമായണ പാരായണമൊക്കെ നടത്താൻ എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ പറയുന്നത് വർത്തമാനകാലത്തിൽ രാമൻ്റെ പ്രസക്തി എന്നുള്ളതാണ്. രാമായണത്തെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല, കാരണം രാമായണം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ രാമായണമാണ് നമ്മുടെ മെയിൻ വിഷയമെങ്കിൽ പോലും രാമനെപ്പോലെ ഒരു പുത്രനെയാണ് നമുക്ക് വേണ്ടത്. രാമനെപ്പോലെ ഒരു പുത്രൻ ഇനിയും ത്രേതായുഗമൊന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ മക്കളെ നമ്മൾ രാമന്മാരായിട്ട് വളർത്തണം. എങ്ങനെയാണ് വളർത്തുന്നത്? ഉത്തമപുത്രനായിട്ട്. ഉത്തമപുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ആജ്ഞയനുസരിക്കുക, പിതാവിൻ്റെ മനോഗതം അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. വർത്തമാനകാലത്തിൽ അങ്ങനെയുള്ള പുത്രന്മാരെ കാണാൻ കിട്ടുമോ എന്ന് സംശയമാണ്. അപ്പം അങ്ങനെ നമ്മൾ രാമനെ പോലെ ഒരു മകൻ വേണമെന്ന് പറയുമ്പോൾ രാമൻ്റെ എല്ലാ സ്വഭാവങ്ങളും ആ മകനിലുണ്ടായിരിക്കണം. സത്യസന്ധത, വാക്ക് പാലിക്കൽ, സ്വന്തം ഏകപത്നി വ്രതം, അതുപോലെ തന്നെ മാതാപിതാക്കളോടുള്ള കരുതൽ, സ്വന്തം അമ്മയോടും കുഞ്ഞമ്മയോടും ഒക്കെയുള്ള ഒരു നമ്മുടെ ബന്ധുമിത്രാദികളോടുള്ള അടുപ്പം എങ്ങനെയൊക്കെയാണെന്ന് രാമൻ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ സത്യം നിലനിർത്തുന്നതിന്, അച്ഛൻ്റെ സത്യം പാലിക്കുന്നതിന്, അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കുന്നതിന് വേണ്ടി സ്വന്തം മകനാണ് ത്യജിക്കുന്നത്. നമ്മൾ ഇപ്പം എല്ലാവരും ക്ഷേത്രത്തിൽ പോകാറുണ്ട്. ഇപ്പം ക്ഷേത്രങ്ങളിലൊക്കെ വളരെ തിരക്കാണ്. ഈ അടുത്ത കാലത്തായിട്ടാണ് അങ്ങനെ ഒരു തിരക്ക് അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന് സ്വസ്ഥതയില്ലാത്തത് കൊണ്ടാണ്. സമാധാനം തേടിയാണ് ഓരോരുത്തരും ക്ഷേത്രത്തിലെത്തുന്നത്. അപ്പോൾ സമാധാനം എവിടെയാണ് ഉണ്ടാകേണ്ടത്? നമ്മുടെ വീടുകളിൽ തന്നെയാണ് സമാധാനം ഉണ്ടാകേണ്ടത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യം, സ്നേഹം, പരസ്പരം എല്ലാം ഷെയർ ചെയ്യാനുള്ള ഒരു മനോഭാവം, ഇതൊക്കെ കണ്ടു വേണം നമ്മുടെ മക്കൾ വളരാൻ. ഇപ്പോഴത്തെ മക്കൾ ഇതൊന്നും കാണുന്നുമില്ല, അവർക്ക് ശീലവുമില്ല. കാരണം അമ്മയും അച്ഛനും ജോലിക്കാരാണ്. അവരുടെ ജോലിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ അവിടെ കുട്ടികളാണ് ഒറ്റപ്പെട്ടു പോകുന്നത്. നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് അച്ഛൻ വഴക്കാണ്, അമ്മ വഴക്കാണ്, അല്ലെങ്കിൽ അച്ഛൻ വേർപെട്ട് നിൽക്കുന്നു, അമ്മ വേർപെട്ട് നിൽക്കുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് രാമായണം പോലെയുള്ള പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കണം, അല്ലെങ്കിൽ വായിച്ച് കേൾപ്പിക്കണം. നമ്മൾ രാമായണത്തിൽ രാമൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ രാമൻ ഉത്തമനായ പുത്രനായിരുന്നു, രാമൻ ഉത്തമനായ സഹോദരനായിരുന്നു, രാമൻ ഉത്തമനായ ഭർത്താവായിരുന്നു, രാമൻ ഉത്തമനായ ഒരു സ്വാമിയായിരുന്നു, രാമൻ ഉത്തമനായ ഒരു രാജാവായിരുന്നു. ഇതൊക്കെ വെറും വാക്കുകൾ കൂടല്ല, രാമൻ്റെ പ്രവൃത്തിയിലും സ്വഭാവത്തിലും രീതിയിലും എല്ലാത്തിലുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രാമൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ മനസ്സിലാകണമെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ എല്ലായിടത്തും രാമൻ്റെ നാമങ്ങളും കീർത്തനങ്ങളും ഒക്കെ ചൊല്ലുന്നുണ്ട്. അതിൻ്റെ അന്തസ്സത്തെ എന്താണ്? എങ്ങനെയാണ് നേരായിട്ടൊരു കുടുംബം കൊണ്ടുപോകുന്നത്? എങ്ങനെയായിരിക്കണം ഉത്തമനായ ഒരു അച്ഛനും അമ്മയും പെരുമാറേണ്ടത്? എങ്ങനെയാണ് ഒരു സഹോദരൻ പെരുമാറേണ്ടത്? എങ്ങനെയാണ് മാതാവിനോട് പെരുമാറേണ്ടത്? എന്താണ് ഗുരുഭക്തി? എങ്ങനെയാണ് ഗുരുക്കന്മാരോട് പെരുമാറേണ്ടത്? ഇതെല്ലാം നമുക്ക് രാമായണത്തിൽ കൂടെ പരിചയപ്പെടാം, കണ്ടുപഠിക്കാം, കേട്ടുപഠിക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം സ്ട്രെസ്സാണ്. അവർക്ക് പഠിക്കാനുള്ള ഒരു ശ്രദ്ധ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ നമുക്കൊരു കൗൺസിലിംഗ് സെൻറ്റർ വേണ്ടേ? നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ കുട്ടികൾക്ക് ഡോക്ടർമാരുടെ പുറകെ പോവുകയാണ്. എങ്ങനെയാണ് എൻ്റെ കുട്ടിക്കൊരു സമാധാനം കിട്ടുന്നത്, എന്താണോ അവന് പറ്റിയത് എന്ന് ചോദിക്കുന്നിടത്ത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കൊരു കൗൺസിലിംഗ് സെൻറ്റർ ആക്കാം. അതേതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പൂജാമുറിയാണ്. അവിടുത്തെ കൗൺസിലർ എന്ന് പറയുന്നത് രാമായണമാണ്. നമ്മൾ നമ്മുടെ കുട്ടികളെ രാമായണം വായിക്കാൻ ശീലിപ്പിക്കുക, അല്ലെങ്കിൽ രാമായണം വായിച്ച് കേൾപ്പിക്കുക. നാളെ കർക്കിടക മാസം 1 തീയതിയാണ്. ഉത്തമനായ രാമനെ മാതൃകയാക്കി, മാതൃകാ പുരുഷനായ രാമനെ നമുക്ക് മുൻനിർത്തി, രാമനെ ഉദാഹരണമാക്കി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിൽ നല്ല ശീലങ്ങൾ വളർത്താം. അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങളെ രാമായണം വായിക്കാൻ പഠിപ്പിക്കുക. സന്ധ്യയാകുമ്പോൾ വീട്ടിലെ എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ഒരു ഒരു 10 വരി വീതം എല്ലാവരും വായിച്ചാൽ മതി. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും ആ വായനാശീലം കിട്ടും. അതുപോലെ തന്നെ രോഗബാധിതരായിട്ടുള്ളവരെ രാമായണം വായിച്ച് കേൾപ്പിക്കുക, അവർക്കും സമാധാനമുണ്ടാകും. അപ്പം ഈ കർക്കിടക മാസത്തിൽ മാത്രമല്ല, എന്നും നമുക്ക് രാമായണ പാരായണം ചെയ്ത് നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും ആത്മീയതയും ഒക്കെ നമുക്ക് വളർത്താം. നമ്മുടെ കുഞ്ഞുങ്ങളെ രാമായണം വായിക്കാൻ ശീലിപ്പിക്കുക എന്നുള്ളതാണ്.
അത് എടുത്തു പറയുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ രാമൻ്റെ വർത്തമാനകാലത്ത് രാമൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. നമ്മളെല്ലാം രാമായണം വായിച്ചു പോകുന്നു. അതിലെ അർത്ഥം അല്ലെങ്കിൽ അതിലെ കഥ മനസ്സിലാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോഴാണ് നമ്മൾ രാമായണം വായിക്കുന്നതിൻ്റെ, നമ്മൾ എങ്ങനെയാണ് രാമരാജ്യം സ്വായത്തമാക്കുന്നത്, നമ്മുടെ രാജ്യം എങ്ങനെയാണ് രാമരാജ്യമായത് എന്നൊക്കെ കുഞ്ഞുങ്ങളിൽ കൂടെ വേണം കുഞ്ഞുങ്ങളെ വേണം വളർത്തിയെടുക്കാൻ. നമ്മൾ ചെറുപ്പക്കാർക്കോ അല്ലെങ്കിൽ യുവാക്കൾക്കോ യുവതികൾക്കോ വാർദ്ധക്യത്തിലെത്തിയവർക്കോ ഒക്കെ നമുക്ക് രാമായണം അറിയാം. പക്ഷേ പുതുതലമുറയെ നമുക്ക് രാമായണം എന്താണെന്ന് പഠിപ്പിക്കണം. അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് കുട്ടികളെ നാളെ മുതൽ കുഞ്ഞുങ്ങളെ ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് രാമായണം വായിക്കാൻ ശീലിപ്പിക്കുക. അവരെ കൊണ്ട് തന്നെ വായിപ്പിക്കുക. മലയാളം അക്ഷരം വായിക്കാൻ അറിയാവുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും രാമായണം വായിക്കാൻ കഴിയും. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് അത് സ്വായത്തമാക്കി കൊടുക്കുക, അതിലെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കുക. അമ്മയും അച്ഛനും കുഞ്ഞുങ്ങളോടൊപ്പം ഇരിക്കുക. നമുക്ക് സന്ധ്യയ്ക്ക് മൊബൈലും ഫോണും കമ്പ്യൂട്ടറും എല്ലാം ഒരു അരമണിക്കൂർ നേരത്തേക്ക് അതിന് റെസ്റ്റ് കൊടുക്കുക, അതിന് ഫ്രീ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് ഈ ശീലം വളർത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.